ഇതുവരെ മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ സ്വപ്നങ്ങളും അതോടൊപ്പം തന്നെ ചെയ്ത കാര്യങ്ങളും ജനങ്ങൾ അറിയാതിരുന്ന ചില കാര്യങ്ങൾ മന്ത്രിസഭയിൽ ചെയ്തതും ഗവൺമെൻറ് കേരളത്തിന് വേണ്ടി നൽകിയതിനെക്കുറിച്ചും മനോഹരമായിട്ട് മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം അടുത്ത സ്വപ്നങ്ങൾ എന്താണ്, കൊല്ലത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഫീഡ്ബാക്ക് ചോദിച്ചു. വളരെ കുറച്ച് പേരുടെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എങ്കിലും ലഭിച്ച ഫീഡ്ബാക്കിന് മുഖ്യമന്ത്രി മറുപടി കൊടുത്തത് വെരി ക്ലിയർ ആയിരുന്നു. അതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്നുള്ളതിൻ്റെ ഒരു ചിന്തയാണ് എനിക്കതിൽ നിന്ന് തോന്നിയത്. കാരണം ചിലതിനോട് ഇപ്പോൾ സാധിക്കത്തില്ല, ചിലതിനെ കുറച്ച് പേരെ എത്തിയിട്ടുണ്ട്, ഇനി നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സ്വപ്നം ജനങ്ങളുടെ നിന്നും ഫീഡ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകുവാനായിട്ടുള്ള ഈ ഒരു അറ്റംപ്റ്റ് എന്തുകൊണ്ട് നല്ലതെന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നിവേദ്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ട് പൊതു നന്മയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് കൊല്ലത്തിൻ്റെ ഡെവലപ്പിന് വേണ്ടി നൽകാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള യാത്ര സുഗമമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. എൻ്റെ പേര് ഫാദർ ബേണി വർഗീസ് കപ്പുച്ചിൻ. ഞാൻ കപ്പുച്ചിൻ സഭാംഗമാണ്. കൊല്ലം തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ നാട് കരിമണ്ണ് ചവറക്കാരനാണ്. കരിമണ്ണിൻ്റെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. നേരിട്ട് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ എൻ്റെ എഴുതി വച്ചിരിക്കുന്നതെല്ലാം തന്നെ ഞാൻ നൽകുന്നതാണ്. ഇപ്പോഴത്തെ എൻ്റെ കരിമണ്ണിൻ്റെ കോവിൽത്തോട്ടത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അത് പറയാൻ തന്നെയാണ്. താങ്ക് യു.